ഇതൊരു നോൺ ന്യൂട്ടോണിയൻ കോണാണ്. ഇതിന്റെ മുകളിലെത്തി അതിന്റെ അതിരം തൊടുന്ന ആൾക്ക് 10 ലക്ഷം രൂപ സമ്മാനം ലഭിക്കും. ഈ വാർത്ത കേട്ടപ്പോൾ എല്ലാവരും ആകാംക്ഷയിലായി. തൊപ്പിക്കാരനാണ് ആദ്യം ശ്രമിച്ചത്. അയാൾ അതിൽ പിടിച്ചുകയറാൻ ശ്രമിച്ചെങ്കിലും ഒരു സെക്കൻഡ് പോലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ശ്രമത്തിൽ അയാൾ ഓടിവന്ന് ശക്തിയായി ചാടിക്കയറാൻ ശ്രമിച്ചു. പക്ഷേ ചരിവ് കൂടുതലായിരുന്നതിനാൽ പകുതിക്ക് വെച്ച് പരാജയപ്പെട്ടു. വീണ്ടും ഒരു ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഇത് കണ്ട മറ്റു ടീം അംഗങ്ങളും കോണിൽ കയറാൻ ശ്രമിച്ചു. പക്ഷേ എല്ലാവരും പരാജയപ്പെട്ടു. അവരുടെ വസ്ത്രങ്ങളും കേടായി. താടിക്കാരൻ അവരിൽ കഴിവുള്ള ഒരാളായിരുന്നു. പക്ഷേ അവന്റെ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അപ്പോൾ ഒരാൾ ഒരു ആശയം മുന്നോട്ട് വെച്ചു: ഒരു മനുഷ്യ ഗോവണി ഉണ്ടാക്കുക. അതിനായി ഓരോരുത്തരായി താഴെ മലർന്നു കിടക്കുകയും പുറകിലുള്ളവർ മുന്നിലുള്ളവരുടെ തോളിൽ ചവിട്ടി ക്രമേണ മുകളിലേക്ക് കയറി അതിർത്തിലെത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ഈ രീതിക്ക് വേഗതയും സ്ഥിരതയും ആവശ്യമാണ്. കാരണം കൂടുതൽ ആളുകൾ മുകളിലേക്ക് പോകുന്തോറും താഴെയുള്ളവരുടെ മേൽ സമ്മർദ്ദം കൂടും. ഇത് ടീമിന്റെ കൂട്ടായ്മയെ പരീക്ഷിക്കുന്ന ഒന്നായിരുന്നു. നിരവധി ശ്രമങ്ങൾക്കു ശേഷം താടിക്കാരൻ തന്റെ കഴിവ് തെളിയിച്ചു. ഒടുവിൽ മുകളിലെത്തി വിജയം കൈവരിച്ചു. എന്നാൽ താഴെയിറങ്ങിയപ്പോൾ ഇത് വ്യക്തിഗതമായി ചെയ്യേണ്ട ഒന്നാണെന്നും ടീമായി ചെയ്തത് അംഗീകരിക്കാനാവില്ലെന്നും പ്രൊഡക്ഷൻ ടീം അറിയിച്ചു. ഇത് കേട്ടതും ആർക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ താടിക്കാരൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഡസൻ കണക്കിന് ശ്രമങ്ങൾക്ക് ശേഷം അയാൾ ഒടുവിൽ കോണിൽ പിടിച്ചുകയറി തന്റെ കഴിവും സാമർത്ഥ്യവും ഉപയോഗിച്ച് പടിപടിയായി മുകളിലേക്ക് കയറി വിജയം നേടി. നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കയറാൻ ധൈര്യമുണ്ടാകുമായിരുന്നോ?